നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജയില് രാഹുലും വിക്രവും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ രാഹുൽ വിക്രത്തോട് പറഞ്ഞു, അല്ല നിന്റെ അമ്മ മരിച്ചു പോയാലും നിനക്ക് സങ്കടമുണ്ടോ? എന്ത് സങ്കടം? അവര് മരിച്ചു പോയാലും എനിക്ക് സന്തോഷമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവരെ അമ്മയായിട്ട് കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ എനിക്കിപ്പോ എന്താ സങ്കടം വരാൻ കാരണം? പിന്നെ ഒരു കാര്യമുണ്ട്. അങ്കിളിന്റെ മരുമോനുണ്ടല്ലോ മനോഹർ, ഞാനാണെങ്കിൽ ആ കർമ്മത്തിന് പോയില്ലെന്നും പറഞ്ഞുകൊണ്ട് അവൻ എന്നോട് ഭയങ്കര ദേഷ്യം. ഞാൻ പോണായിരുന്നു പോലും. അവനിപ്പം നല്ലവനായിക്കൊണ്ടിരിക്കുക. ഓ, അവന്റെ കാര്യല്ലേ എടാ, അവൻ നല്ലവനാനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയാവോ? മിക്കവാറും ദേ നിന്നെ എന്നേലൊക്കെ കാണാൻ ആരെങ്കിലും വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ പറയൂലോ അവന് നല്ല മാറ്റം ഉണ്ടെന്ന്. അങ്ങനെ അത് പുറത്തറിയിക്കാൻ വേണ്ടിയിട്ട് അവന്റെ നാടകം. ഒരു കാരണവശാലും നീ ഇതൊന്നും വിശ്വസിക്കരുത്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഞാൻ വിശ്വസിക്കാനാ? അങ്കിൾ ഇനിയിപ്പോൾ അവനെ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. അങ്കിളിനെ അവനെ കൊന്നു എന്നാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഇടപെടാൻ വരില്ല. അവനെ തീർത്ത് കളഞ്ഞേരെ. അവനിപ്പം നല്ലവനാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രാഹുൽ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വലിയ ശത്രു ഉണ്ടെങ്കിൽ അത് അവനാണ്. അവനെ എനിക്ക് തീർക്കണം. അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് വിക്രം പറഞ്ഞു, അങ്കിളിനെ അറിയാലോ. ഈ പറയുന്ന മരിച്ച സ്ത്രീ എന്നെ സ്നേഹിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവരിത്ര പെട്ടെന്ന് മരിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. മരിക്കണമെന്ന് കരുതി വേറെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ഞാൻ പുറത്തിറങ്ങിയാനോ, പുറത്ത് എനിക്ക് രക്ഷപ്പെടാൻ വല്ല മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പുറത്തിറങ്ങിയാനും. ഒരു രക്ഷയില്ലടാ. നീ ഇപ്പം നിന്റെ അമ്മയെ കാണാൻ പറഞ്ഞ് പോയിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഗംഗാപ്രസാദ് ചാടിയിരിക്കുമല്ലേ. അപ്പം നല്ല സെക്യൂരിറ്റി നിനക്ക് തരും. ഒരു കാരണവശാലും ഒരു പഴുതും കിട്ടത്തില്ല നിനക്ക് പുറത്തേടാൻ. പിന്നെ നീ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കർമ്മങ്ങൾ ചെയ്യാൻ ചെന്നാൽ പോലും മിക്കവാറും നിന്നെ അവിടുത്തെ ആ ഒരു തീയിലേക്ക് മിക്കവാറും അവിടെയുള്ള നാട്ടുകാരൊക്കെ എടുത്തിടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. അതൊക്കെ എനിക്കറിയാം അങ്കിളെ. പിന്നെ ഈ പറയുന്ന എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന അയാൾ എന്തിനാ ആ പെണ്ണുങ്ങളെ സ്നേഹിക്കണമെന്ന് മാത്രം എനിക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ല, നേരത്തെ എൻ്റെ അച്ഛനോട്ടൊരു കുത്ത് കിട്ടിയല്ലോ, എന്നിട്ട് അങ്ങേര് ജീവനോട് തിരികെ വന്നു. പക്ഷേങ്കിൽ പോയത് എൻ്റെ അമ്മയാ. രണ്ടും കണക്കാ. ഒന്നിലൂടെ എനിക്ക് താല്പര്യമില്ല. ഇപ്പം എല്ലാവരും എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. രാഹുൽ പറഞ്ഞു, ഒരു കാരണവശാലും ഇനി നീ ആരുമായിട്ടൊരു കോംപ്രമൈസിന് പോവരുത്. ഞാൻ കോംപ്രമൈസിന് പോകാനോ? അവിടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് കാണുമായിരിക്കും. ഇനിയിപ്പം ഞാൻ ചെന്നില്ലെങ്കിലും കർമ്മങ്ങളൊക്കെ നടക്കേണ്ട വഴി തന്നെ നടക്കും. ഒറ്റ മോൻ ചെന്നില്ലെന്ന് ഓർത്തുകൊണ്ട് എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആത്മാവ് ശാന്തി കിട്ടാതെ അലഞ്ഞു തിരിയട്ടെ. എനിക്കെന്താ പ്രശ്നം? അതും പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങോട്ട് കയറിപ്പോയി. രാഹുൽ ഒരു ചിരിയൊക്കെ ചിരിച്ചു. അതേസമയം പ്രകാശനും കാദംബരിയും അവരൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. ഭയങ്കര ടെൻഷനായിരുന്നു പ്രകാശന്. എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ലാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോഴേക്കും കാർത്തികയും ലക്ഷ്മിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. കാർത്തികയ്ക്കും ലക്ഷ്മിക്കും ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാർത്തിക വന്നിട്ട് പറഞ്ഞു, എന്നാലും അച്ഛാ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ. ശരിക്കും എൻ്റെ അമ്മയായിരുന്നു ഇപ്പോൾ ഇവിടെ കിടക്കണ്ടേ. ലക്ഷ്മി പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞല്ലേ അവരെ വെറുതെ വിടല്ലെന്ന്. പ്രകാശം പറഞ്ഞു, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് കിരണിനോടൊക്കെ പറഞ്ഞ സമയത്ത് എന്നോട് പറയുമായിരുന്നെങ്കിൽ ഞാൻ ആ ഗംഗാപ്രസാദിനെ തീർത്ത് കളഞ്ഞാനോ. രശ്മിയൻ പറഞ്ഞു, എനിക്കറിയായിരുന്നു അവൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്ന്. എനിക്ക് അവനെ നല്ല ഭയം ഉണ്ടോണ്ട് മാത്രം ഞാൻ കിരണിനോട് ചെന്ന് പറഞ്ഞേ, ഒരു കാരണവശാലും അവനെ ജീവിക്കാൻ സമ്മതിക്കരുതെന്ന്. പക്ഷെ എൻ്റെ വാക്കാരും കേട്ടില്ല. എൻ്റെ വാക്ക് കേൾക്കുമായിരുന്നെങ്കിൽ ഇപ്പോഴിങ്ങനെ ഒരു ദുരന്തം സംഭവിക്കില്ലായിരുന്നു. കല്യാണിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മയെന്ന് കാർത്തിക പറയാം. പാവം 22 വർഷം വരെ അമ്മയുടെ തണലിൽ ജീവിച്ചു വന്നതല്ലേ, ഇപ്പോൾ ഒറ്റപ്പെട്ടതുപോലെ. ശരിയാ, അവളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് കാദംബരി പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് കിരൺ പോലും അവൾ അമ്മ കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അത്രയധികം സ്നേഹമായിരുന്നു. പ്രകാശിൽ നിന്ന് വാവിട്ട് കരയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായല്ലോ, ഞാനിത് പ്രതീക്ഷയല്ല. അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ പെൺമക്കൾ ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ അവളെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട്, ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ അവൾ പിടിച്ചു നിന്നു. ഇപ്പോഴാണ് ഞാൻ അവളോട് സ്നേഹം കാണിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു സന്തോഷം അവൾക്കുണ്ടായിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് കെട്ടടങ്ങി പോയില്ലേ. ലക്ഷ്മി പറഞ്ഞ, എല്ലാത്തിനും കാരണം ഞാനല്ലേ. ഞാനും എൻ്റെ മോളും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ വന്നോണ്ടാ ഈ പ്രശ്നം ഉണ്ടായത്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുമായിരുന്നെങ്കിൽ ആരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ഇവിടെ കിരണും കല്യാണിയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ വന്നേ. അവരെക്കുറിച്ച് അറിഞ്ഞിട്ട് തന്നെ വന്നേ. അവരും കൂടെ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ബലമായിക്കോട്ടെ എന്ന് കരുതി. പക്ഷെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുമെന്ന് അറിയുമായിരുന്നെങ്കിൽ വരില്ലായിരുന്നു. ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ഇപ്പൊ കണ്ണീരിന് ഞങ്ങൾ കാരണമായി തീർന്നില്ലേ. കാദംബരി പറഞ്ഞു, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ലക്ഷ്മിയമ്മേ. ഇനിയിപ്പോൾ വരാനുള്ളത് വന്നു കഴിഞ്ഞില്ലേ. പ്രകാശം പറഞ്ഞു, പാവം നിങ്ങളാ കല്യാണി മോളെ ഒന്ന് പോയി ആശ്വസിപ്പിക്കുക. അവൾക്ക് നല്ല വിഷമമുണ്ട്. കാദംബരി പറഞ്ഞു, ഇനിയിപ്പോൾ ആരൊക്കെ പോയി ആശ്വസിപ്പിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവൾ പച്ചവെള്ളം പോലും കുടിക്കാതെ കിടക്കുക.
അവളെങ്ങനെ തന്നെയായിരിക്കും. കാരണം അവൾക്ക് എന്നെക്കാളും കൂടുതൽ അവളാണ് അമ്മയെ സ്നേഹിച്ചിട്ടുള്ളത്. കാർത്തിക പറഞ്ഞു, അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കാദംബരി ചേച്ചി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കാർത്തികൻ പറഞ്ഞു. എല്ലാവരും ഭയങ്കര വിഷമത്തില. കല്യാണിയുടെ കാര്യത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമം. കല്യാണിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഇതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം കിരൺ കല്യാണിന്റെ അടുത്തേക്ക് വന്നു. കല്യാണി എങ്ങനെയും കിടന്ന് കരയാണ്. പിന്നീട് കിരൺ വന്നിട്ട് പറഞ്ഞു, എന്താ കല്യാണി നീ ഇങ്ങനെ കരയല്ലേ? കരഞ്ഞ് കരഞ്ഞ് നിന്റെ ഉള്ള ആരോഗ്യം കൂടെ നശിപ്പിക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി എഴുന്നേറ്റ് കിരണിനെ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കിരണേട്ടാ. കല്യാണി, നമ്മൾ സഹിച്ചല്ലേ മതിയാവുള്ളൂ. എപ്പോഴാണെങ്കിലും നമ്മളൊക്കെ ഈ ഭൂമി വിട്ട് പോകേണ്ടവരല്ലേ. എന്നാലും ഇതങ്ങനെയല്ലല്ലോ കിരണേട്ടാ. അമ്മയ്ക്ക് ഒരു വയസ്സായി കിടന്ന ഒരു അസുഖം വന്നോ അമ്മ മരിച്ചതല്ലല്ലോ. ആ ദുഷ്ടൻ അമ്മയെ തീർത്ത് കളഞ്ഞല്ലേ. നീ പേടിക്കണ്ട, ഇതിനുള്ള പകരം ഞാൻ വീട്ടിരിക്കും. അവനോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. അവനെ ഞാൻ തീർക്കൂന്ന് പറയണം. അതുകൊണ്ട് എന്ത് പ്രയോജനം എനിക്ക് കിട്ടും? എനിക്ക് എൻ്റെ അമ്മയെ തിരികെ കിട്ടുമോ? ഒരിക്കലും തിരികെ കിട്ടില്ല. എൻ്റെ അമ്മയെ എനിക്കിനി കാണാൻ പറ്റുമോ? എനിക്ക് എൻ്റെ അമ്മയില്ലാതെ ജീവിക്കാൻ പറ്റില്ല കിരണേട്ടാ. എനിക്ക് എൻ്റെ അമ്മ വേണം. അതും പറഞ്ഞ് വീണ്ടും പൊട്ടിക്കരയുക. കിരണിനെ എങ്ങനെ കല്യാണി ആശ്വസിപ്പിക്കണം എന്നറിയത്തില്ല. ഒടുവിൽ കിരൺ പറഞ്ഞു, നീ സമാധാനമായിട്ടിരിക്കുക. നടക്കാനുള്ളതൊക്കെ നടന്നില്ലേ? നീ ഇനിയിപ്പോൾ ഇതിനകത്ത് വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊന്നും ഓർത്ത് ചിന്തിച്ച് സങ്കടപ്പെട്ടോ ഒന്നും കാര്യമില്ല. നീ സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കല്യാണിയെ. ഇതേ സമയം സിറ്റോട്ട് വന്ന് രതീഷും ബൈജുവും കൂടെ സംസാരിക്കുകയാണ്. ബൈജു പറഞ്ഞു, എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ. ശരിക്കും ഞാൻ അമ്മയെപ്പോലെ കണ്ടിരുന്ന ദീപേച്ചി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ കുടുംബം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഗതിയിൽ എത്തില്ലായിരുന്നു. ഞാൻ എന്നെ തകർന്ന് തരിപ്പണമായി പോയനും. രതീഷ് പറഞ്ഞു, എൻ്റെ അവസ്ഥ അത് തന്നെയാ. ഞാൻ അത്യാവശ്യം നല്ലവിധം മദ്യപിക്കുന്നവനായിരുന്നു. അങ്ങനെ KCBയിലെ ജോലികളും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ കിരൺ സാറാണ് എനിക്കൊരു ജോലി തന്നെ. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും തകർന്നു പോയനും. ഈ കുടുംബമാണ് എന്നെ കൈ പിടിച്ച് കരയ്ക്ക് കയറ്റിയത്. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, ഒരു കാരണവശാലും അവനെ വെറുതെ വിടല്ല. ആ ഗംഗാപ്രസാദിനെ അവനെ എൻ്റെ കൈ കിട്ടിയ ഞാൻ ഇടിച്ച് ശരിയാക്കും. ജഗദീഷ് പറഞ്ഞു, അത് ശരിയാ. അവൻ്റെ നെഞ്ചുകൂട് തറക്കുന്നതിന് എനിക്കും മടിയില്ല. നമുക്ക് ഒന്നിച്ചിറങ്ങാം എന്നൊക്കെ പറയുമ്പോൾ കിരൺ അങ്ങോട്ട് വന്നു. കിരൺ വന്നിട്ട് പറഞ്ഞു, സഞ്ചയനം വരെ നിങ്ങളൊന്നും ചെയ്യരുത്. ഇവിടെ ഉണ്ടായിരിക്കണം. സഞ്ചയനം കഴിയുന്നോടം വരെ അതുവരെ ബിസിനസിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട. എല്ലാം അങ്ങനെ അങ്ങോട്ട് പോട്ടെ. പക്ഷെ അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കണം. ഒരു കാരണവശാലും അവനെ വെറുതെ വിടാൻ പാടില്ല. ആ ഗംഗാപ്രസാദിനെ ഈ കുടുംബത്തിലെ ദുർവിധി ഉണ്ടാക്കി അവനെ ഭൂമിയിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, അത് ശരിയാ കിരണടയ, അതങ്ങനെ തന്നെ വേണം. എന്നാലും അവൻ എങ്ങനെ വന്നെന്ന് മാത്രം മനസ്സിലാകുന്നില്ലല്ലോ. കിരൺ പറഞ്ഞു, അതാ മനസ്സിലാവാത്തെ. അവന് വരുന്ന വഴികളിലെല്ലാം പോലീസ് കാവലുണ്ടായിരുന്നു. എല്ലാ വഴിയും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇരുചക്ര വാഹനങ്ങളും കാൽനടക്കാരെ എല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ട് വഴി പറ്റുന്നതല്ല. പക്ഷെ എങ്ങനെ വന്നു? ആ സ്റ്റെഫിയാണ് അവൻ്റെ വലം കൈ. അവളെയും പൊക്കണം. ജഗദീഷ് പറഞ്ഞു, അവൻ വേറെന്തേലും മാർഗവും കണ്ടു കാണുമായിരിക്കും. ചെന്നൈ വരെ വിറപ്പിച്ചവനാന്നല്ലേ പറയുന്നേ. അപ്പൊ ആ രീതിയിലായിരിക്കും അവൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടാൻ പാടില്ല. കിരൺ പറഞ്ഞു, വരട്ടെ. നമുക്ക് പുറത്തിറങ്ങുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അവനാണ് പുറത്തിറങ്ങുന്നതിന് കുഴപ്പമുള്ളൂ. അവനാണ് ഇരുട്ടത്തിരിക്കുന്നവന്. അവനും വെളിച്ചത്തിറങ്ങുന്നതിനൊരു പരിമിതിയുണ്ട്. അപ്പൊ അവനെ പിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. അവനെ കൈ കിട്ടിയാൽ പിന്നെ വെറുതെ വെച്ചേക്കില്ല. എൻ്റെ കല്യാണിയുടെ സങ്കടത്തിന്, കല്യാണിയുടെ കണ്ണീരിന് ഞാൻ ഉറപ്പായിട്ടും അവനോട് ഞാൻ ചോദിച്ചിരിക്കും. ഇത് കിരൺ കല്യാണിക്ക് കൊടുക്കുന്ന വാക്കാ. ഇനി ഒരു കാരണവശാലും അവൻ വേറെ ആരും തീർക്കില്ല. അത് മാത്രമല്ല, അകത്ത് കിടക്കുന്നുണ്ടല്ലോ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്താൻ പോലും വരാത്ത ഒരുത്തന് വിക്രം. അത് മാത്രമല്ല, എൻ്റെ അമ്മാവൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനും. അവരോടുള്ള കണക്ക് ഞാൻ ചോദിക്കാൻ പോവാ. ഇനി ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല. അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ കിരൺ അല്ലാതാകും. എൻ്റെ അമ്മയുടെ മുഖം എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മായുന്നില്ല. അതുപോലെ തന്നെ കല്യാണിയുടെ കരച്ചിലും. ഇതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആണെന്ന് പറഞ്ഞ് നടക്കുന്നതിലും കാര്യമില്ല. ബൈജു പറഞ്ഞു, ശരിക്കും ആദ്യം തന്നെ അവനെ തീർക്കേണ്ടതായിരുന്നു. ആദ്യം അവനെ തീർക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു. ജഗദീഷ് പറഞ്ഞു, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കായിട്ട് ദൈവം അവസരം കൊണ്ടേ തരും. നമുക്ക് തീർക്കണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ കാർത്തിക്കുള്ള ചായയൊക്കെ ആയിട്ട് വന്നു. ഇത് കുടിക്കുമോളേന്ന് പറയണം. അപ്പോഴേക്കും കാർത്തി വെച്ചു, അല്ല കല്യാണി എന്തേലും കുടിക്കോ കഴിക്കാൻ പറ്റുക ചെയ്താൽ ഇല്ല. അവളുടെ അടുത്തേക്ക് കൊണ്ടുവന്നാലും അവൾ കുടിക്കില്ല. അവൾ കുടിക്കാതെ എങ്ങനെയമ്മ ഞാൻ കുടിക്കുന്നേ? പാവം, അവളുടെ സങ്കടം കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ശരിക്കും ആ കിരൺ ആദ്യം തന്നെ ഇത് ചെയ്യേണ്ടതായിരുന്നു. ആ ഗംഗാപ്രസാദിനെ തീർത്ത് കളഞ്ഞാൽ മതിയായിരുന്നു. ലക്ഷ്മിയമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞ മോളെ, പക്ഷെ അവരെത്ര കാര്യമായിട്ട് അത് എടുത്തില്ല. അങ്ങനെ തീർത്ത് കളയാൻ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ? സാരമില്ല, ഞാൻ തീർക്കും. ആ ഗംഗാപ്രസാദിനെ ഞാൻ തീർത്ത് ജയിലിൽ പോയാലും കുഴപ്പമില്ല. കല്യാണിയുടെ അമ്മയ്ക്ക് ആത്മശാന്തി കിട്ടാനായിട്ട് അത്രയെങ്കിലും എനിക്ക് ചെയ്യണം. പാവം കല്യാണി ഒരു തെറ്റും ചെയ്യാത്ത ആ പാവ അമ്മയാണല്ലോ അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോഴേക്കും ദീപ പറഞ്ഞു, ഇനിയിപ്പോൾ അവളുടെ മനസ്സിൽ നിന്ന് ആ ദുഃഖം മാഞ്ഞു പോകണമെങ്കിൽ കല്യാണിയുടെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ നിൽക്കണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം.
ഉം. കല്യാണിക്ക് ഒരു വേദന ഉണ്ടാവും ഞാൻ നോക്കണം. അവളുടെ അമ്മ എങ്ങനെയാണ് അവളുടെ അടുത്ത് നിൽക്കുന്നത് അതുപോലെ ഞാൻ അവളെ ശുശ്രൂഷിക്കണം. അതൊക്കെ കേട്ടപ്പം കാർത്തിക പറഞ്ഞു, അമ്മയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അമ്മ ചെയ്തോ, പക്ഷെ ആ ഗംഗാപ്രസാദിനെ ഒരിക്കലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. മോള് വിഷമിക്കൊന്നും വേണ്ട, അവനെ കൈ കിട്ടും. അവൻ അതേ കാലം അങ്ങനെ സൂചിച്ച് പുറത്ത് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭാമേ, നമുക്ക് കല്യാണിന്റെ അടുത്തേക്ക് പോവാം. കല്യാണിക്ക് ഇത്തിരി മനസ്സും കൊടുക്കാം. പാവം വിഷമിച്ചിരിക്കുമല്ലേ, അവളുടെ അടുത്ത് പോയി രണ്ട് ആശ്വാസവാക്ക് പറയുവാണെങ്കിൽ അവൾക്ക് സന്തോഷമാവുമല്ലോ. അതും പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മയും കാർത്തിയും കൂടെ കല്യാണിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ അവര് മുറിയിലേക്ക് ചെല്ലുമ്പോൾ കല്യാണി അവിടെ കിടന്ന് പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ടേ. കല്യാണിയെ വിളിച്ച് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാണ്. ലക്ഷ്മിയമ്മ പറഞ്ഞു, മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഞങ്ങൾ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിലോ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, എന്നാലും എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ലക്ഷ്മിയമ്മയെന്ന് പറഞ്ഞു. മോള് വിഷമിക്കേണ്ട, അവനെ ഞങ്ങൾ എന്താളും വെറുതെ വിടാൻ പോകുന്നില്ല. അവൻ അതിനുള്ള ശിക്ഷ കൊടുത്തിരിക്കും. അവനെ ഭൂമിയിൽ വെച്ചേക്കില്ലെന്ന് പറഞ്ഞു. കാർത്തിക പറഞ്ഞു, കല്യാണി നിന്റെ സങ്കടം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റാത്ത എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ ഞാൻ കാണുമ്പോൾ മുതൽ ശത്രുക്കളെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. കാരണം എൻ്റെ അമ്മ ഒരിക്കൽ പോലും അച്ഛൻ സ്നേഹിച്ചിട്ടില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾ മാത്രമായിട്ടുള്ളൂ എൻ്റെ അമ്മ സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ട്, ഒരു ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ സ്നേഹം അനുഭവിച്ച് തീർക്കാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചില്ല. കൊതി തീരും മുമ്പേ അമ്മ പോയില്ലേ. അത് പറഞ്ഞിട്ട് കല്യാണി കരഞ്ഞു. ലക്ഷ്മിയും പറഞ്ഞു, മോളെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ, നമുക്ക് വിഷമിച്ചുകൊണ്ട് ഇനിയിപ്പം പോയാൾ തിരിച്ചു വരാൻ പോകുന്നില്ലോ. എന്നാലും എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടില്ലേ, മോള് വിഷമിക്കേണ്ട, മോൾക്ക് ഞാനില്ലേന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയെ ചേർത്ത് പിടിക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.